CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള നടൻ ദിലീപിന്റെ ഹൈക്കോടതി ഹർജി തള്ളി. വിചാരണ അവസാന ഘട്ടത്തിലാണ് എന്ന് നിരീക്ഷിച്ചാണ് കോടതിയുടെ നടപടി വന്നിരിക്കുന്നത്. 2017 ഫെബ്രുവരിയിൽ നടിയെ തട്ടിക്കൊണ്ടുപോയി ഓടുന്ന വാഹനത്തിൽ ബലാത്സംഗം ചെയ്തു എന്ന കേസിലെ 8ാം പ്രതിയാണ് നടൻ ദിലീപ്. ഈ കേസിൽ CBI അന്വേഷണത്തിന് ഉത്തരവിടാൻ കേരള ഹൈക്കോടതി വിസമ്മതിച്ചു. എറണാകുളം പ്രിൻസിപ്പൽ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻ കോടതിയിൽ നടക്കുന്ന കേസിന്റെ വിചാരണ അവസാന ഘട്ടത്തിലാണെന്ന് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ജസ്റ്റിസുമാരായ A. മുഹമ്മദ് മുസ്താഖ്, P. കൃഷ്ണകുമാർ എന്നിവരുടെ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. കേസിലെ പ്രതിക്ക് എങ്ങനെ CBI അന്വേഷണം ആവശ്യപ്പെടാനാകും എന്ന് കഴിഞ്ഞ തവണ കോടതി ചോദിച്ചിരുന്നു. സുതാര്യവും പക്ഷപാതരഹിതവുമായ അന്വേഷണത്തിന് CBI ആവശ്യമെന്നാണ് 8ാം പ്രതിയായ നടൻ ദിലീപിന്റെ വാദം. മൊബൈൽ ഫോണും മെമ്മറി കാർഡും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് കണ്ടെത്തേണ്ട ആവശ്യം കൂടി നടൻ ദിലീപ് പറയുന്നുണ്ട്. ഈ കേസിൽ തന്നെ കുടുക്കിയതാണ് എന്ന് വിചാരണ കോടതിയിൽ അടക്കം ഉന്നയിച്ച അതേ ആവശ്യം കൂടി ഉന്നയിച്ചാണ് 2020 CBI അന്വേഷണം നടൻ ദിലീപ് ആവശ്യപ്പെട്ടത്. നിലവിൽ പ്രോസിക്യൂഷനോ അതിജീവിതയോ CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ല. അവർ CBI അന്വേഷണത്തിനെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്നു. ഈ കേസ് പലവട്ടം നീട്ടിക്കൊണ്ടുപോവാനുള്ള ശ്രമം 8ാം പ്രതിയായ നടൻ ദിലീപിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് സുപ്രീം കോടതി തന്നെ ദിലീപിന് നൽകിയ ഹർജിയിൽ മറുപടിയായി വിശദീകരിച്ചിട്ടുണ്ട്. കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിലാണെന്നും പ്രോസിക്യൂഷൻ വാദം അവസാനിച്ചെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. പലവട്ടം പല ഹർജികൾ നൽകി ഈ കേസിന്റെ വിചാരണ നടപടികൾ തടസ്സപ്പെടുത്താനായി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അടക്കം 8ാം പ്രതിയായ നടൻ ദിലീപ് ഹർജികൾ നൽകിയിരുന്നത്. ഇങ്ങനെ കേസ് നീട്ടിക്കൊണ്ടുപോയി കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ദിലീപ് നടത്തുന്നത് എന്ന നിലപാടിലാണ് പ്രോസിക്യൂഷൻ ഉള്ളത്. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് ഈ കേസിന്റെ വിധിയോടടുത്തു നിൽക്കുന്ന ഈ സമയത്ത് CBI അന്വേഷണം വേണമെന്ന് ദിലീപിന്റെ ഹർജി. എന്തായാലും 2-3 മാസത്തിനുള്ളിൽ വിധി വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ വിഷയത്തോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റായി രേഖപ്പെടുത്തൂ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.